ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ചിപ്പി ബെല്ല എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം വൈകുന്നേരം ബീച്ചിൽ പോയി ചായ കുടിച്ചൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരും ഓരോരോ സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എരിവുള്ള പഴംപൊരിയാണ്, പിന്നെ മധുരമുള്ള പഴംപൊരി ഉണ്ട് കേട്ടോ. പഴംപൊരിയുടെ 2 ടൈപ്പ് ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയില്ല, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, സവാള ഇതെല്ലാം കൂടി നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദയുടെ പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പഴംപൊരിയുടെ സാധാരണ ബാറ്ററില്ലേ അതുപോലെ ആക്കിയെടുക്കാം. ഈ ആറിൻ്റെ ബോട്ട് സർവീസിന് വേണ്ടിയിട്ട് പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നാളും കൂടിയൊക്കെ കഴിയുമ്പോൾ ഇവിടെ ബോട്ട് സർവീസ് എല്ലാം വന്നു തുടങ്ങും. ഇവിടെ നിന്ന് കൊല്ലം വരെ ട്രിവാൻഡ്രം ടു കൊല്ലം ഈ ഒരു ആറിൽ കൂടി ബോട്ട് സർവീസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അറിഞ്ഞിട്ട് കേട്ടോ. ട്രിവാൻഡ്രമാണ് എന്തായാലും നമ്മുടെ ഇവിടെ നിന്ന് എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മൾ കൊല്ലത്തൊക്കെ പോകുന്നത് ഇതേപോലെ ബോട്ടിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ബീച്ചിലെത്തിക്കഴിഞ്ഞു. ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ കുറേ നാൾ കൊണ്ട് പറഞ്ഞിട്ടാണ് ഇന്നൊരു ദിവസം ഇറങ്ങിയത് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും കറുത്ത ഡ്രസ്സാണ് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടില്ലേ, ഒരു വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരു ബേബിയുടെ ബർത്ത്ഡേ ആയിരുന്നു, സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അവരും ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. നല്ല രസമുള്ള ആംബിയൻസ് ഒക്കെ ഉള്ളൊരു ബീച്ചാണ് കേട്ടോ. അരിവാളം ബീച്ച് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ മാലിക്കും പിള്ളേരൊക്കെ ഫുട്ബോളൊക്കെ കളിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ എല്ലാവരും, ഞാൻ ഈ ഫോട്ടോയൊക്കെ സ്റ്റാറ്റസ് ഇട്ടുന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്താണ് ഇത്രയധികം ഫ്ലാസ്കിൽ ചായ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര പേരല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയത് ഒരു കട്ടൻ ചായ കുടിക്കുന്ന കുറച്ച് പേരുണ്ട്. കട്ടൻ ചായ മാത്രമേ കുടിക്കൂ, പാൽ ചായ കുടിക്കത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടി കട്ടൻ ചായ, പിന്നെ മധുരമുള്ള ചായ കുടിക്കത്തില്ല. അപ്പോൾ മധുരമില്ലാത്ത ചായയും മധുരമുള്ള ചായയും ഒക്കെ എടുത്തു. അതാണ് 3 ഫ്ലാസ്ക് ഉള്ളത്. ഒരു ഫ്ലാസ്ക് രണ്ട് ടൈപ്പ് ചായ നമുക്ക് അതിലൊഴിക്കാൻ പറ്റും. പിന്നെ കൊച്ചാപ്പയുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചാപ്പ എന്ത് ചെയ്തു, ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സ് ഇന്ന് അവർക്കും കൂടി ഷെയർ ചെയ്തു. ആച്ചു ചായ എങ്ങനെയുണ്ട്? സൂപ്പർ.
ബജി, ബ്രിഞ്ചാൾ ബജി, കാ ബജി, പിന്നെ ഇത് പഴംപൊരി, എരിയുള്ള പഴംപൊരി, മധുരമുള്ള പഴംപൊരി എല്ലാം ഉണ്ട്. അയ്യോ സോറി പരിപ്പുവട.